പക്ഷേ ഞാൻ എന്തെങ്കിലും സെക്ഷലി അബ്യൂസീവ് ആയിട്ടുള്ളത് നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിലല്ല. എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്നെക്കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം തുടക്കകാലങ്ങളിൽ ഇപ്പം നമ്മളെ ഏൽക്കുന്നില്ല ഗോസിപ്പൊന്നും ഒട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കി തരാം. റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പം അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം, അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ, എല്ലാത്തിനും ഞാൻ അമ്മയും കൂടെ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനാ അമ്മ, ഞാൻ ഇപ്പം വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് എവിടെയും ഞാൻ അമ്മ വരുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെന്താണ് സിനിമ സെറ്റ് ചോദിക്കുന്നുണ്ട്. നോ പറയേണ്ട സമയത്ത് നോ പറയണം, അങ്ങനെയൊന്നുമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ല എല്ലാവരും വരുന്നത്. അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒന്നും ആയിരിക്കില്ല എല്ലാവരും വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ദിവ്യ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് കുറേ വർഷങ്ങളായി. ആൻഡ് ദിവ്യ തുറന്നു പറഞ്ഞാലും പറഞ്ഞില്ലേലും പല രീതിയിലും പല തലത്തിൽ പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ദിവ്യ. ഇന്നിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ ദിവ്യ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഭയങ്കര മേജർ ട്രോമ തരുന്ന ഭയങ്കരമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസസ് നേരിടേണ്ടി വന്നിട്ടില്ല. ഇത് സെക്ഷൽ അസോൾട്ടോ അല്ലെങ്കിൽ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. എന്തോ വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പേഴ്സണലി. ഉറപ്പായിട്ട് ഇതൊക്കെ കേൾക്കുമ്പം അത്ര ഷോക്കിങ്ങും അല്ല, എന്നാൽ ഷോക്കിംഗ് ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷെ ബേസിക് ലെവലിൽ ഈ പറയുന്ന ഈ സെക്ഷലി ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർ എന്ന് പറയുമ്പം അതിൽ പെടുന്ന ഞാൻ ബേസിക് ലെവലിൽ അനുഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണോ, അങ്ങനെയുള്ള ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അപ്പം അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യം, അതിനൊരു ക്ലാരിറ്റി ഇല്ലായ്മ, അങ്ങനെയുള്ളത്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്നെക്കുറിച്ച് ഗോസിപ്പ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം തുടക്കകാലങ്ങളിൽ ഇപ്പം നമ്മളെ ഏൽക്കുന്നില്ല ഗോസിപ്പൊന്നും ഒട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കി തരാം. അല്ല, അത്രയും കൂളാണ് ഞാനിപ്പോൾ. പക്ഷെ അന്ന് എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. എന്താ ഇങ്ങനെ പറയുന്ന ഒന്നുമില്ലാത്ത കാര്യം, ഇതെല്ലാം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ വിചാരിക്കും, ഒരു സെറ്റിൽ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ബേസിക് ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണ്ട. രാവിലെ എണീറ്റ് എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഇരിക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കണ്ട. എങ്ങനെ ഇരിക്കണം എന്ന് ഉദ്ദേശിച്ചത് മീൻസ് നമ്മൾ ഇരിക്കുന്നതിൽ പോലും, നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നതിൽ പോലും ആൾക്കാർ പറയുമല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് കാല് മേളിൽ വെച്ച് ഇരിക്കുന്നു, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, അതിലാണ് ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ അതിലാണ് കംഫർട്ടബിൾ. അപ്പോ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മേ ബി ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അല്ല, ഞാൻ പറയും ജസ്റ്റിഫൈ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് അതിന് പോലും ആൾക്കാർ കമന്റ്സ് ഇടുന്നത് ഭയങ്കര കഷ്ടമാണ്. അപ്പൊ അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ എനിക്ക് ബോംബെ ചെന്നിട്ട് വർക്ക് ചെയ്തപ്പോ അതൊന്നും ചിന്തിക്കേണ്ട. എനിക്ക് അത്രയും കൂടെ ക്രിയേറ്റീവ്ലി ക്യാരക്ടറിന് കൊടുക്കായിരുന്നു. അത്രയും റിസൾട്ട് അവിടെ കൂടുമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ സിനിമയിൽ വന്ന സമയത്ത് ഒരിക്കലും എനിക്ക് ആക്ടർ ആവണമെന്നോ സിനിമ വേണമെന്നോ വിചാരിച്ച് വന്ന ആളല്ല ഞാൻ. പതുക്കെയാണ് ഈ ക്രാഫ്റ്റ്, കാരണം ഒരു ക്രാഫ്റ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അത് അറിയാനെടുത്ത ടൈം കുറച്ച് സമയം എടുത്തു. ഇപ്പം ഞാൻ ആ സീരിയൽ ചെയ്തു, ടേക്ക് ഓഫ് ഒക്കെ ചെയ്തപ്പോഴാണ് ഈ ഒരു ക്രാഫ്റ്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാന്നൊക്കെ മനസ്സിലായത്. ടേക്ക് ഓഫിൽ നോക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് റീഡിങ് ചെയ്യുന്നു. മഹേഷ് ആണെങ്കിലും ഒരുപാട് റിസർച്ച് ചെയ്തിട്ട്, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് അറിയുമ്പോഴാണല്ലോ. അപ്പൊ അതിനു മുമ്പ് അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല ഒരു കൊളാബറേറ്റീവ് എനർജി ചെയ്യുമ്പോൾ രസമല്ലേ. അതെ, അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഇതിഹാസയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനു ശേഷമോ ടേക്ക് ഓഫിന് ശേഷമൊക്കെ ഒരു പക്ഷേ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആവുമ്പം കുറച്ചൊക്കെ ഈ പറയുന്ന പോലെയുള്ള അപ്രോച്ചസും കാര്യങ്ങളൊക്കെ കുറയുമായിരിക്കും. അതിന് മുമ്പായിരിക്കും കൂടുതലും ഇത് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് മുമ്പുള്ള സ്റ്റേജസ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിനിമ വേണം, ആക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സിനിമ ഇതുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള ഒന്നും ഞാൻ നേരിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ കംഫർട്ടല്ല.
ഒരു സെറ്റിൽ ചെന്ന് ഇരിക്കുമ്പം ഉള്ള നോട്ടങ്ങളാണെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അത്ര കുറേ തവണ ആലോചിക്കണം ഇത് ചോദിക്കാവൂന്ന്. അത് അവിടെ നിന്നുള്ള എനർജി അല്ലേ. അതെ. അതുപോലെ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. എന്നുവെച്ചാൽ അവർ റെഗുലർ MBA എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അത്രയും ഇൻഡിപെൻഡൻസി ഇഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ട് ജീവിക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഇപ്പോൾ ഇതിഹാസ എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ഞാൻ അമ്മയും കൂടെ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും ഞാൻ എന്തിനാ അമ്മ, ഞാൻ ഇപ്പം വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് എവിടെയും ഞാൻ അമ്മ വരുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതെന്താണ് സിനിമ സെറ്റ് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടല്ലോ നമ്മളുടെ കൂടെ. പക്ഷെ അത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് തോന്നാത്തത് കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അമ്മയ്ക്കും ബോറടിച്ചു തുടങ്ങി, പിന്നെ എനിക്കും ആവശ്യമില്ല എന്ന് തോന്നിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ അങ്ങനെ അമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ നമ്മളൊരു പൊസിഷൻ മീൻസ് കുറച്ച് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് അതിനുശേഷം എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾ എന്തെങ്കിലും ഒരു പൊസിഷനിലായിട്ടല്ലല്ലോ ചേഞ്ചസ് വരേണ്ടത്. പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കും കൂടി നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ലോണം വർക്ക് ചെയ്യാലോ. അവരൊരു ഏതെങ്കിലും ഒരു പോയിന്റ് തൊട്ട് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന് ശേഷം കുറച്ചും കൂടെ നല്ല ഒരു എൻവയോൺമെന്റ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്, ഇതിനു മുമ്പ് അത്ര സുഖമായിരുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സെപ്പറേഷൻ തന്നെ എന്തിനാ ആവശ്യമുണ്ടോ എന്നുള്ളത്. പ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എന്താ പറയാ ഒട്ടുമിക്ക സെറ്റുകൾ ഞാൻ ആലോചിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുള്ള സെറ്റുകളായിരുന്നില്ല. അപ്പം അങ്ങനെയും കൂടെ പറയണമല്ലോ. പക്ഷേ അപ്പോഴും അഗെയിൻ പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള മോശമായിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവർ ഒട്ടും റെസ്പെക്റ്റില്ല സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് പറയുമ്പോൾ അല്ല അത് അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ വേറെ ആൾക്കാർ അപ്പം അവിടെ വേറൊരു തരം ഇനി ഇത് പറഞ്ഞിട്ട് എനിക്ക് തോന്നും പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ പറയുന്നത്, ഞാൻ എല്ലാവരെയും കൂടെ ജനറലൈസ് ചെയ്തല്ല പറയുന്നത് കേട്ടോ, പക്ഷെ ഇത് ഫിലിം മേക്കർ അറിയുന്നുണ്ടോന്ന് ശരിക്കും ഇത് അറിയേണ്ട ആൾക്കാർ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ അവരുടെ ചില പേരുകൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ പറയുമ്പോൾ അല്ല അവിടെ പോയി പറയുമ്പം അവര് വേറെ ആൾക്കാരെ നോക്കും, നമ്മുടെ ഒരു റോളാണ് എന്ന് പറയുമ്പം അപ്പൊ തോന്നുന്നു. അപ്പൊ ഞാൻ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫിലിം മേക്കറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ ആരാണ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ നോക്കാറുണ്ട് എപ്പോഴും. അല്ലാണ്ട് എപ്പോഴും ഇതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോട് മാത്രം സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. അതാണ് എനിക്കൊരു സെൻസ് കിട്ടിയത്. കാരണം ഈ മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പല രീതിയിലും ഒരു പവർ ഡൈനാമിക്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണേ. അങ്ങനെ ഇതെല്ലാം നമുക്ക് അങ്ങ് ഫിക്സ്ഡ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല, പക്ഷെ അത് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സിനിമയിൽ എനിക്ക് ഭയങ്കര സെക്ഷലി അബ്യൂസീവ് ആയിട്ടുള്ള ഈ പറയുന്ന മേജർ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഫോർച്ചുനേറ്റ്ലി സംഭവിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ബേസിക് ലെവലിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോളേജ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്ത് കൊച്ചിയിൽ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് പാരലലി MBA ചെയ്യുന്നു, വേറെയൊക്കെ പ്ലാനുകളായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ എന്തെങ്കിലും സെക്ഷലി അബ്യൂസീവ് ആയിട്ടുള്ളത് നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ സിനിമയിലല്ല. സിനിമയ്ക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വരുമായിരുന്നു. കൊച്ചിയിൽ വന്നിട്ട് എന്നെ അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഓഫീസിൽ കൊണ്ടാക്കിയത്. അതായത് ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതാ. അപ്പൊ അവര് മറ്റേ സ്കൂളിൽ ചേർക്കുന്ന പോലെയായിരുന്നു. വന്ന് ഒരു 2011-12 ആണ്. അപ്പം അവരും കൂടെ വന്നിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു 3 months ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ നിന്ന് എനിക്ക് ശരിക്കും മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇപ്പം ഹോസ്റ്റലിൽ അയാൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറയും, പക്ഷെ ആ ഹോസ്റ്റലിൽ വരെ എത്തുന്ന സമയത്ത് ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഓഫീസിനകത്ത് തന്നെ ഇപ്പം ക്യാബിനിലോട്ട് വിളിച്ചിട്ട് നമ്മൾ ചെയ്ത വർക്കൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ വീക്കെൻഡിലൊക്കെ അങ്ങനെ ഒരു സമയം ഉണ്ടാവും, ക്യാബിനിൽ പോയിരിക്കേണ്ടി വരും. പക്ഷെ അവിടെ പോയിരുന്ന് ആളവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ ആകെ അൺകംഫർട്ടബിൾ ആവും. അങ്ങനെ ഇതെല്ലാം നമ്മളെ അവിടെ നിൽക്കണോ വേണ്ടേ. അത് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര മോശം ഒരു മൊമെന്റ് ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പിന്നെ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലൊക്കെ ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സിനിമയിൽ മാത്രമല്ല, ഇപ്പം എല്ലാ ആൾക്കാരും സിനിമയിൽ എന്താന്ന് ചോദിക്കുമ്പം ഈ
സിനിമയിൽ മാത്രമല്ലല്ലോ, എനിക്കുണ്ടായ അനുഭവം ഏറ്റവും മോശമായിട്ടുള്ള അനുഭവം സിനിമയിലല്ല. അപ്പോൾ ഈ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ ആൾക്കാർ ഇപ്പം ഞാൻ കേൾക്കുന്ന കോൺവെർസേഷൻസിൽ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് 30 വർഷത്തിന് ശേഷം പറയുന്നു, 20 വർഷത്തിന് ശേഷം, ഇത് അപ്പം പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് 7 വർഷം കഴിഞ്ഞിട്ടൂടെ, എത്ര കാലയളവ്, അതായത് ആ സമയത്ത് പറയേണ്ട കാര്യം എന്തുകൊണ്ട് ലേറ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതെ അതെ. അതിന് ദിവ്യ എങ്ങനെയാണ് കാണുന്നത്? അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം നോ പറയേണ്ട സമയത്ത് നോ പറയണം, അങ്ങനെയൊന്നുമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അല്ല എല്ലാവരും വരുന്നത്. അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒന്നും ആയിരിക്കില്ല എല്ലാവരും വരുന്നത്. ഇപ്പം എനിക്ക് ആ ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു കസിനോടും ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനോടും മാത്രമേ അന്ന് പറഞ്ഞിട്ടുള്ളൂ. അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല? അച്ഛനോടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ആകെ ഒരു ഷോക്കിംഗ് ആയിരിക്കും, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു മൊമെന്റിൽ നോ എന്നുള്ളതിലുപരി ഒരുപാട് കാര്യങ്ങൾ, ഒരുതരം ട്രോമയാണല്ലോ അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനും നോ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഫുൾ ആന്റിന ഓൺ ആക്കിയിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഞാൻ കുറച്ച് ഒരു അലേർട്ട് ഉണ്ടാവും എനിക്ക്, ആ രീതിയിലാണ്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പിന്നീട് നമ്മൾ ഈ തരത്തിൽ ഉണ്ടാവാന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അതെ. അതുപോലെ ഇപ്പം നോ പറയാത്തത് എന്താന്നൊക്കെ ചോദിക്കുമ്പോ ഇപ്പൊ കുറച്ചുമേ നമ്മൾ സംസാരിച്ച പോലെ ഈ ഒരു സ്ത്രീ വർക്ക് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന പോലെ കുടുംബം നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരാളുടെ സാലറി കൊണ്ട് മാത്രമായിരിക്കും മൊത്തത്തിൽ ആ ഫാമിലി മൊത്തം നിന്നു പോകുന്നത്. അപ്പൊ ഒരു പക്ഷേ ഒരു നോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം അല്ലെങ്കിൽ ജോലി എല്ലാം ആലോചിച്ചിട്ടും അത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത സ്പേസ് എന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും ആലോചിക്കണം. അല്ലാതെ വെറുതെ പറയാൻ എളുപ്പമാണ് നോ പറയണം എന്നുള്ളത്, അല്ലെങ്കിൽ ചെരുപ്പൂരി തല്ലണം, ചെകിട്ടത്തൊരെണ്ണം കൊടുക്കണം. അതെ. ഞാൻ പറയുന്നത് ഇനി എല്ലാവരും അത് ചെയ്യണം, പക്ഷെ പറയാത്തവരെ അത് നമ്മൾ ബ്ലെയിം ചെയ്യരുത്, അവരെ ജഡ്ജ് ചെയ്യരുത്, അവരെ ബ്ലെയിം ചെയ്യരുത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. വേറൊരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്, ഞാൻ ഈ കോൺവെർസേഷൻ വരുമ്പോൾ എനിക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്ന കാര്യമാണ് ദിവ്യ. വേറെ ഒരെണ്ണം ഞാൻ കണ്ടത് പലപ്പോഴും പവർ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത്, ഓഫ് കോഴ്സ് ഐ ഫീൽ ദർ ഇസ് സംതിങ് ഇന്നേറ്റ്ലി റോങ് വിത്ത് ഇറ്റ്. പക്ഷേ ഈ പൊസിഷനിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് കൺസെൻഷ്വൽ ആയിരുന്നു, അല്ലെങ്കിൽ ഇത് കോൺസെൻറ്റോടെ ആയിരുന്നു, അല്ലെങ്കിൽ ഇതൊരു ഞങ്ങൾക്ക് പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു, ആ ഒരു ബേസിസിലാണ് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായതും. അപ്പൊ ഇപ്പൊ തിരിഞ്ഞു നിന്നിട്ട് അതൊരു സെക്ഷൽ ഹാരസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു അബ്യൂസ് ആണ് എന്ന് പറയാനുള്ള അധികാരം ആ പെൺകുട്ടിക്കോ സ്ത്രീക്കോ ഇല്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റും വരാറുണ്ട്. ദിവ്യക്ക് അതിൽ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ റിലേഷൻഷിപ്പിനകത്തുള്ള കാര്യങ്ങളിൽ എനിക്ക് എപ്പോഴും ഒരഭിപ്രായം പറയാൻ പറ്റാറില്ല. കാരണം അതൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഏത് ഭാഗത്താണ് ശരി, എവിടെയാണ് തെറ്റ്, അവർ ആ പോയിന്റിലോട്ട് എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ശരിക്കും മാറ്റർ ചെയ്യും. അതുകൊണ്ട് പക്ഷെ അപ്പോഴും അവിടെ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംഭവിക്കണം എന്ന ഒന്ന് മാത്രമല്ലല്ലോ, ഭയങ്കര മൈക്രോ ലെവലിലും മാനിപ്പുലേഷൻ സംഭവിക്കാം. അത് ഈ പറയുന്ന പോലെ പവർ ഡൈനാമിക്സിനെ മുൻനിർത്തിയിട്ടായിരിക്കാം. അപ്പൊ അത് നമുക്ക് തിരിച്ചറിയണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റണമെന്നില്ലല്ലോ. കുറച്ചും മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരല്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മള് ഭയങ്കര ലിബറേഷൻ അല്ലെങ്കിൽ നമ്മൾ ലിബറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മൈക്രോ ലെവലിലുള്ള മാനിപ്പുലേഷൻ സംഭവിക്കുകയും അത് പിന്നീട് ഈ പറഞ്ഞ പോലെ വേറെ അടുത്ത സ്റ്റെപ്പ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ സ്റ്റിൽ അപ്പോഴും എനിക്കിതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും, ഇപ്പൊ ഇത്രയൊക്കെ ആൾക്കാർ തുറന്നു പറയുന്നുണ്ട്, ഇതുപോലത്തെ ഡിസ്കഷൻസ് സംഭവിക്കുന്നുണ്ട്, ഇനി കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയേക്കാം. പക്ഷെ ഇതുവരെ നോ പറയാത്തത് പോട്ടെ, പക്ഷെ ഇനിയുള്ള ആളുകൾ, ഇനി വരുന്ന സിനിമയിലോട്ടായിക്കോട്ടെ ഏത് മേഖലയിലും വർക്ക് ചെയ്യാൻ വരുന്ന എവിടെയാണെങ്കിലും, അതിനി ഒരു കോളേജിലാവാം, പഠിക്കുന്ന സ്ഥലത്ത്, അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുക.
അതൊരു തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അന്ന് ചെയ്തതെന്നൊക്കെ പിന്നീടായിരിക്കും മനസ്സിലാവുക. അപ്പം ഇത്തരത്തിലുള്ള ചർച്ചകൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ധാരണയൊക്കെ നമുക്കിപ്പം കുറച്ച് കൂടുന്നുണ്ട് ആൾക്കാർക്ക്. നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല. അപ്പം അതുകൊണ്ട് ഇനിയുള്ള സ്ത്രീകൾ മാത്രമല്ല, അപ്പുറത്ത് വേറെ തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളാണെങ്കിലും ഞാൻ ചുമ്മാ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സ്ത്രീകൾ കുറെ സംസാരിക്കുന്നുണ്ട്, കാരണം ഉറപ്പായിട്ടും മൈനോറിറ്റി ആയതുകൊണ്ടും കുറച്ചധികം പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് കൊണ്ടും അവർ നേരിടാത്ത ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് കൊണ്ടാണ് ഇത് ഇവിടെ ഇത്രയും മെജോറിറ്റി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അപ്പുറത്ത് ആണുങ്ങളും നേരിടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ സിനിമയിലാണെങ്കിൽ റെമ്യൂണറേഷന്റെ കാര്യമാണെങ്കിലും ബേസിക് ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവരും ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ തന്നെ അറിയാവുന്ന കൊളീഗ്സ് ത്രൂ ഞാൻ അറിഞ്ഞപ്പോൾ അതും സംസാരിക്കണം. അപ്പം നോ പറയേണ്ടടുത്ത് നോ പറയണം. ഇനി അങ്ങോട്ടെങ്കിലും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോ പറയാത്തതിനെ നമുക്ക് ബ്ലെയിം ചെയ്തിട്ടോ ജഡ്ജ്മെന്റലായിട്ട് കണ്ടിട്ടോ കാര്യമില്ല. അത് ശരിയല്ല. ആൻഡ് പെർപെട്രേറ്റേഴ്സ് ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതും അതൊരു വലിയൊരു പ്രശ്നമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു പോളിസി ഡെസിഷൻസ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, പണിഷ്മെന്റ് എല്ലാം സിസ്റ്റത്തിന്റെയും കൂടെ ഇപ്പം എനിക്ക് പണ്ട് സിനിമയ്ക്ക് മുമ്പ് ഓഫീസിൽ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. സിസ്റ്റം സ്ട്രോങ് ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ സൈഡെങ്കിലും ചിലപ്പോ, എനിക്കറിയില്ല അത് അല്ലേ, കുറച്ചും കൂടി സിസ്റ്റം സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവിടെ നമുക്കൊരു സപ്പോർട്ട് മെക്കാനിസം ഉണ്ട്. നമുക്ക് ഒരു ഡെറ്ററന്റ് ഇൻ പ്ലേസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അത് സംഭവിക്കില്ലായിരുന്നു. അതെ അതെ അതെ. കമ്മിങ് ടു ദിസ് ക്വസ്റ്റൻ ഇസ് ടു യുവർ ഫാമിലി. കാരണം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 3 പെൺകുട്ടികളുള്ള ഒരു ഫാമിലി, അതിനകത്ത് ഒരാൾ സിനിമയിലേക്ക് പോവുകയാണ്. അപ്പൊ വളരെ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ട്രഡീഷണൽ കൺസർവേറ്റീവ് ഫാമിലി ആയിരുന്നോ? അല്ല. സോ ഹൗ വാസ് ഇറ്റ് ഇൻ ദ ഫാമിലി? സിനിമയിലേക്ക് പോകുമ്പോഴും ഈ തുടക്കം ഇങ്ങനെ ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് ജോഷി സാറിന്റെ ഒരു സിനിമ കാണുകയും അങ്ങനെ ഷൂട്ടിങ്ങിൽ കയറി അങ്ങനെ അങ്ങനെയല്ലേ സംഭവിച്ചത്? എന്നെ അവിടെയുള്ള ഏറ്റവും ഈ പറഞ്ഞ പോലെ കാമാത്തിപുരം പോലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പം ഞാൻ കണ്ട ബോംബെ വളരെ മോശമാണ്. അല്ലെങ്കിൽ ചില ഇവന്റ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ ചില ആളുകളായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അച്ഛൻ ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആവും തോന്നിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരിക്കും, സുഖമായിരിക്കും, സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. ഇത് പക്ഷെ അതില്ല. സമാധാനം ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എവിടെയോ ഒരു തരത്തിലുള്ള ഒരു മാഡ്നെസ് ഉണ്ട് ഇതിന്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ലൗഡായിട്ട് അതിനെ വഷളാക്കില്ല.